അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 134. പറയ്, ഞാൻ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്നോട് എന്താ തോന്നാറ്? ദേഷ്യം തോന്നാറുണ്ടോ? അഗ്നി ചോദിച്ചു. ഇല്ല, ദേഷ്യമില്ല, അവള് പെട്ടെന്ന് തന്നെ പറഞ്ഞു. പിന്നെ? അവൻ ചോദിച്ചു. അത് അപ്പൊ എനിക്ക് ദേവേട്ടനെ ഒന്നുകൂടെ എൻ്റെ ദേഹത്തേക്ക് അമർത്താൻ തോന്നും. പിന്നെ അങ്ങനെയും ചെയ്യ് ദേവേട്ടാന്ന് പറയാൻ തോന്നും. നിർത്തലെന്ന് വീണ്ടും മനസ്സ് പറയും. പിന്നെ എനിക്ക് ദേവേട്ടനെ അപ്പോ കടിക്കാൻ തോന്നും, ഉമ്മ വയ്ക്കാൻ തോന്നും. അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ തോന്നും ദേവേട്ടാ. അവൾ അവൻ്റെ മുഖത്തേക്ക് പരിഭ്രമത്തോടെ നോക്കി. ഇതെല്ലാം കേട്ട ശേഷം അവൻ്റെ മുഖത്ത് തന്നോട് ദേഷ്യമാണോ എന്നറിയാൻ. ഇല്ല, ആ മുഖം ഇപ്പോഴും ശാന്തമാണ്. ആ കണ്ണുകളിൽ മുഴുവൻ ഞാനാണ്. അവളുടെ ഹൃദയം സാന്ദ്രമായി. ദേവേട്ടാ. അവന്റെ നോട്ടം കണ്ട് അവള് വിളിച്ചു. നിനക്കെന്നെ എന്ത് ചെയ്യാൻ തോന്നുന്നോ അത് അപ്പൊ തന്നെ ചെയ്യണം കുഞ്ഞ. അതിനെന്തിനാ പേടി? ഞാൻ നിന്റെയല്ലേ? അവൻ ആർദ്രമായി ചോദിച്ചു. അതെ, പക്ഷെ നോവിച്ചു കളയും ഞാൻ. നേരത്തെ ഞാൻ നെഞ്ചിൽ കടിച്ചപ്പോ ദേവേട്ടനെ നൊന്തില്ലേ? അതുപോലെ നോവിക്കും ചിലപ്പോ, അതിനേക്കാൾ. അവളുടെ സ്വരം താഴ്ന്നു. അങ്ങനെ വേദനിക്കപ്പെടാൻ എനിക്ക് എന്തിഷ്ടാണെന്നോ കുഞ്ഞ. അവൻ അവളുടെ വയറിൽ നിന്ന് നെഞ്ചിലേക്ക് കൈകൊണ്ടുവന്ന് നെഞ്ചിലൂടെ ചുറ്റിപ്പിടിച്ചു. ശരിക്കും? ജ്വാല അത്ഭുതത്തോടെ ചോദിച്ചു. ശരിക്കും കുഞ്ഞാ, നീ എന്നെ നോപ്പിക്ക്, എനിക്ക് വേദനിക്കില്ല. ഇനി വേദനിച്ചാലും ആ വേദന ഞാൻ സഹിക്കും. അവൻ പറഞ്ഞതും അവളുടെ മുഖം വിടർന്നു. പിന്നെ ഞാൻ നിന്നെ ഒരുപാട് നേരം കിസ് ചെയ്യുമ്പോൾ നീ എന്നെ നിന്നിലേക്ക് അമർത്തുന്നുണ്ട്. അത് നിനക്കപ്പോ അങ്ങനെ തോന്നിയതുകൊണ്ടല്ലേ? അവള് മൂളി. നിനക്ക് എന്നോട് തോന്നുന്ന വികാരം എന്തായിരുന്നാലും അത് മറച്ചു വെക്കാതെ അതുപോലെ എൻ്റെ കുട്ടി പ്രകടിപ്പിക്കണം കേട്ടോ. അത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞാ, അവൻ പ്രണയത്തോടെ പറഞ്ഞു. ജ്വാല അവനെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു. എന്തേ എന്തേ ഇങ്ങനെ നോക്കുന്നേ? എന്നാ ഇപ്പോ എനിക്ക് ചുണ്ടിലൊരു ഉമ്മ തരുമോ? അവള് ചോദിച്ചതും അവന് ചിരി വന്നു പോയി. തരില്ല, അവൻ പറഞ്ഞു. അതെന്താ? എന്റെ ആഗ്രഹ താ. അവള് മുഖം വീർപ്പിച്ചു. അഗ്നി അവളെ കുറുമ്പോടെ നോക്കി. ഇപ്പൊ നീ പറഞ്ഞില്ലേ താന്ന്, അതാ എന്നോട് നീ പറയേണ്ട രീതി. തരുമോന്നൊക്കെ ചോദിച്ച് റിക്വസ്റ്റ് ചെയ്യുന്ന എന്തിനാ? ഇതുപോലെ ആജ്ഞാപിക്കേണ്ട കുഞ്ഞാ. അതും പറഞ്ഞ് അവൻ പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തിമാറി. ജ്വാല ചുവന്ന മുഖത്തോടെ അവനെ നോക്കി. എന്റെ നേരെ തിരിഞ്ഞിരിക്കെ, അഗ്നി പറഞ്ഞു. അവള് പെട്ടെന്ന് അവളുടെ ഇരു കാലുകളും അവൻ ഇരുവശവും ഇട്ട് അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചെവി ചേർത്ത് വെച്ചു. അവന്റെ നെഞ്ചിടിപ്പ് കേൾക്കാൻ എന്ന പോലെ അവൻ അവളുടെ തലമുടിയിൽ തഴുകി. ദേവേട്ടാ, പറയടാ. അപ്പോ ദേവേട്ടനോട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നിനക്ക് ഇവിടേക്ക് എന്തോ പോലെ തോന്നുന്നത് എന്തുകൊണ്ടാ? അതൂടെ പറഞ്ഞതാ. അവളുടെ സ്വരം താഴ്ന്നു. അവൾ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി. അതെന്റെ കുഞ്ഞിന് എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാ, പ്രണയമുള്ളതുകൊണ്ടാ. അഗ്നി പറഞ്ഞു കൊടുത്തു. പ്രണയം ഉണ്ടല്ലോ, പക്ഷെ പ്രണയം ഇങ്ങനെയാണോ? പ്രണയം എന്ന് വെച്ചാ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഉണ്ട് കുഞ്ഞ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. ജ്വാല അവന്റെ നെഞ്ചിൽ നിന്നും ഉയർന്ന് നേരെയിരുന്നു അവനെ സംശയത്തോടെ നോക്കി. മനസ്സിലായില്ലേ? കുറച്ച്, അവള് പറഞ്ഞു. ആഹാ, എന്നാ പറ, എന്താ മനസ്സിലായേ? അവൻ ചോദിച്ചു. അതെനിക്ക് ദേവേട്ടനോടും ദേവേട്ടനോടും പ്രണയല്ലേ? അതെ, അഗ്നി പുഞ്ചിരിയോടെ പറഞ്ഞു. ആ, അപ്പൊ അതാ മനസ്സുകൊണ്ടുള്ള പ്രണയം അല്ലേ ദേവേട്ട? ആഹാ, അതൊക്കെ അറിയാലേ എൻ്റെ കുഞ്ഞിന്, അവൻ വിടർന്ന കണ്ണാലെ ചോദിച്ചു. അവളൊന്ന് ചിരിച്ചു. അപ്പൻ്റെ കുഞ്ഞു പറ, ശരീരം കൊണ്ടുള്ള സ്നേഹം എന്ന് വെച്ചാൽ എന്താ? അഗ്നി ചോദിച്ചതും അവളൊന്ന് പതറി. അത് അത് ദേവേട്ടൻ ഇപ്പൊ ചെയ്തില്ലേ അതുപോലെ, അവള് പറഞ്ഞു. അവൻ അവളുടെ കവിളിൽ ചുംബിച്ച് അവളെ കൊച്ചുകുട്ടിയെപ്പോലെ തൻ്റെ നെഞ്ചിലേക്ക് അടക്കിപ്പിടിച്ച് പുറത്തു തലോടി. ശരിയല്ലേ ദേവേട്ടാ? ശരിയാടാ കുഞ്ഞ, പക്ഷെ ഇത് മാത്രല്ലാതെ ശരീരം കൊണ്ടുള്ള സ്നേഹം എന്ന് വെച്ചാ. അവൻ പറഞ്ഞു വന്നത് ഒന്ന് നിർത്തി. അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവനെ നോക്കി. ഞാൻ എൻ്റെ കുഞ്ഞിനെ ശരീരം കൊണ്ട് പൂർണ്ണമായി സ്നേഹിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനെ വേദനിക്കും, എൻ്റെ കുഞ്ഞ് കരയും. പക്ഷെ എല്ലാ വേദനയ്ക്കൊടുവിൽ പ്രണയം കൊണ്ട് നമ്മൾ ഒന്നാവും. അവൻ്റെ സ്വരം കാറ്റുപോലെ നേർത്തുപോയി. ജ്വാല അവനെ വിറയലോടെ നോക്കി. നിന്റെ ഫ്രണ്ട്സ് പറഞ്ഞതുപോലെ ഒന്നുമല്ല. സ്നേഹം കൊണ്ട് നിന്നിലെ വേദന മാറ്റിത്തരും ഞാൻ, അല്ലാതെ പേടിക്കാനൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ കുഞ്ഞിന്? അവൻ ചോദിച്ചു. ഉണ്ട്, അവൾ ആർദ്രമായി പറഞ്ഞു. അവൻ അവളെ ചുംബിച്ചു. ഇനിയും ഒരുപാടൊന്നും കാത്തിരിക്കാൻ നിന്റെ ദേവേട്ടന് പറ്റില്ല കുഞ്ഞ. ഇപ്പം എൻ്റെ കുട്ടിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് ജീവിക്കാൻ തോന്നുന്നു എനിക്ക്, അവൻ അവളോട് പ്രണയത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകളിലും വല്ലാത്തൊരു തിളക്കം. ഇന്ന് നടന്നതുപോലെയുള്ളൊരു നിമിഷം നമുക്കിടയിൽ ഇനി ഒരിക്കൽ കൂടി സംഭവിക്കുന്നെന്ന് ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ഈ കുഞ്ഞിപ്പെണ്ണിനെ സ്വന്താക്കും, എൻ്റെ മാത്രാക്കും. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് വരിഞ്ഞു മുറുക്കി. അവൾ അവൻ്റെ നെഞ്ചിലായി ചുംബിച്ചു. ഒരുപാട് നേരം മൗനം കൊണ്ട് കടന്നുപോയ നിമിഷങ്ങൾ. എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്വന്താക്കുന്നെന്ന് എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ തോന്നിയതുപോലെ വയറിൻ്റെ അവിടെ ഓരോന്നൊക്കെ തോന്നും. അതൊക്കെ എന്തുകൊണ്ടാ? അവൻ ചോദിച്ചു. എൻ്റെ ദേവേട്ടനോടുള്ള പ്രണയം കൊണ്ടാ.
അവൾ ആർദ്രമായി പറഞ്ഞു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. ജ്വാല അവനെ നോക്കി പുഞ്ചിരിച്ചു. ഐ ലവ് യു കുഞ്ഞ, അവൻ പ്രണയാതുരമായി പറഞ്ഞു. ഐ ടു ലവ് യു മിസ്റ്റർ അഗ്നിദേവ്. അവൾ അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചു. അഗ്നി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ജ്വാലയും അവനിലേക്ക് പതുങ്ങിക്കിടന്നു. കുഞ്ഞ, അഗ്നി ജ്വാലയുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് വിളിച്ചു. അവൾ മിണ്ടിയില്ല. അവൻ സംശയത്തോടെ അവന്റെ നെഞ്ചിലേക്ക് നോക്കി. അവന്റെ നെഞ്ചിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നുണ്ട് പെണ്ണ്. അഗ്നി അവളെ നോക്കിയിരുന്നു പോയി. എന്തൊരു പാവാ കുഞ്ഞാ നീ, എന്തൊക്കെ സംശയങ്ങളാ നിനക്ക്? അവൻ അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. പതിയെ തല ഹെഡ് ബോർഡിലേക്ക് ചാരി വെച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമെന്ന് ആലോചിച്ച് എത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അവനൊന്ന് നിശ്വസിച്ചു പോയി. പക്ഷെ ഞാൻ പറയുന്നതെല്ലാം എൻ്റെ കുഞ്ഞ് ക്ഷമയോടെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അവൻ ശാന്തമായി ഉറങ്ങുന്നവളെ വാത്സല്യത്തോടെ നോക്കി. എൻ്റെ കുഞ്ഞ, ഇനിയും എങ്ങനെ കാത്തിരിക്കൂടാ ഞാൻ? വല്ലാതെ ആഗ്രഹം തോന്നുന്നു, ജീവിക്കാൻ തോന്നുന്നു എനിക്ക്. അവൻ ആർദ്രമായി അവളോട് പറഞ്ഞു. അവളൊന്ന് മൂളി. അവൻ ചിരിയോടെ അവളുടെ കവിളിലേക്ക് തൻ്റെ മുഖം ചേർത്ത് വെച്ച് അവൻ്റെ താടി കൊണ്ട് തുരസി. ഉറക്കത്തിൽ അവൾ അസ്വസ്ഥതയോടെ പറഞ്ഞു. അഗ്നിപക്ഷ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. ജ്വാല പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു. അതേ നിമിഷം തന്നെ അഗ്നിയും അവളുടെ മുഖത്തേക്ക് നോക്കി. ദേവേട്ടോ, അവൾ ചിണുങ്ങി. ഇങ്ങനിരുന്ന് ഉറങ്ങല്ലേ കുഞ്ഞാ, ദേഹം വേദനിക്കില്ലേ? ബെഡിൽ കയറി കിടക്ക്, അവൻ വാത്സല്യത്തോടെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കോളാം. വേണ്ട വേണ്ട, എന്നിട്ട് വേണം മേലുവേദന എടുക്കാൻ. എൻ്റെ നല്ല കുഞ്ഞല്ലേ, ബെഡിൽ കയറി കിടക്കടാ. എനിക്ക് നിന്നെ രണ്ട് കൈകൊണ്ടും കൂടി പൊക്കിയെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കിടത്തിയേനെ. അവൻ അവളുടെ കഴുത്തിൽ പതിയെ വിരലുകൊണ്ട് തഴുകി. ദേവേട്ടാ, അവള് മൂളി. ദേ, ഇനി ഇങ്ങനെ മൂളിക്കൊണ്ടിരുന്നാ നേരത്തെ പോലെ എന്തൊക്കെയാ നടക്കാന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ. നീ പോയി ഒന്ന് കിടക്ക് കുഞ്ഞാ, നല്ല കുഞ്ഞനല്ലേ. അവൻ അവളെ കൊഞ്ചിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചുണ്ടു കൂർപ്പിച്ചു. എനിക്കിങ്ങനെ കിടക്കാൻ നല്ല സുഖം, അതാ. ആഹാ, സുഖമുണ്ടോ? എന്നാ ബെഡിൽ ഇനി മുതൽ എന്നും ഇങ്ങനെ കിടന്നോ. അതാവുമ്പോ എനിക്ക് എപ്പോഴും ഇതൊക്കെ കാണുകയും ചെയ്യാലോ. അവനിൽ കുറുമ്പാണ്. ജ്വാലയുടെ കണ്ണു മിഴിഞ്ഞു. അവൾ അവളുടെ ശരീരത്തിലേക്ക് നോക്കി. താൻ അർദ്ധനഗ്നയാണെന്ന് അവൾക്ക് അപ്പോഴാണ് ബോധം വന്നത്. അയ്യപ്പോ, എന്തൊക്കെയാ പറയണേ? അവൾ അവന്റെ നെഞ്ചിലടിച്ചു. അഗ്നി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ അല്ലാതെ ഇങ്ങനെ ഡ്രസ്സില്ലാതെ ഒട്ടിക്കിടക്കുന്നോണ്ടാവും ഉറങ്ങാൻ നിനക്കത്ര സുഖം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. അവൻ അവളുടെ നഗ്നമായ പുറത്ത് തഴുകിക്കൊണ്ട് പറഞ്ഞു. ദേവേട്ടാ, കഷ്ടമുണ്ട് കേട്ടോ. ദേവേട്ടനല്ലേ എന്റെ ഡ്രസ്സ് അഴിച്ചു കളഞ്ഞ്. നോക്കിക്കോ, ഞാൻ നാളെ അമ്മയോ. അയ്യോ, ഇല്ല, പറയില്ല. അവള് പറഞ്ഞു വന്നത് നിർത്തിക്കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. മുഖം ചുവന്നുപോയി. അഗ്നിക്ക് ചിരി വന്നു. അവൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി. അങ്ങനെ പറയല്ലേ, നീ പറയണം. അമ്മ, ദേവേട്ടനെന്റെ ഡ്രസ്സ് കീറിക്കളഞ്ഞു, എന്നിട്ട് അവിടേക്ക് ഉമ്മ വെച്ചു എന്ന്. ദേവേട്ടാ, അവൻ ബാക്കി പറയും മുന്നേ ജ്വാല പെട്ടെന്ന് അവന്റെ വാ പൊത്തിപ്പിടിച്ചു. അഗ്നി ആ കൈ പിടിച്ചു വെച്ച് ചെറുതായൊന്ന് കടിച്ചു. ജ്വാല വേദനയോടെ പറഞ്ഞു. അഗ്നി വായിൽ നിന്നും അവളുടെ കൈയെടുത്ത് മാറ്റി. എടീ, കള്ളക്കരച്ചിൽ കാണിക്കല്ലേ, ഞാൻ പതുക്കെ കടിച്ചിട്ടുള്ളൂ. അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി. ഈ ജ്വാല ഇളിച്ചു. ഇളിക്കണ്ട, പോയി പറയടി അമ്മയോട്, അവൻ കുറുമ്പോടെ പറഞ്ഞു. ഞാൻ പറയൂല. അവൾക്ക് നാണം വന്നു. അതെന്താണാവോ? അഗ്നി പുരികമുയർത്തി. അയ്യേ, ഇതൊക്കെ എങ്ങനെ പറയും? അവൾ അവനീന്ന് അകന്നിരുന്ന് നാണത്തോടെ മുഖം പൊത്തി. അഗ്നിക്ക് അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. അച്ചോടാ, എൻ്റെ കുഞ്ഞിന് നാണമൊക്കെ വരുന്നുണ്ടല്ലോ, അവൻ കളിയാക്കി. പോ ദേവേട്ടാ, ഞാൻ ആരോടും പറയില്ല. ഓക്കെ, അതാരോടും പറയണ്ട. പക്ഷെ ഇപ്പൊ തൽക്കാലം എൻ്റെ കുഞ്ഞാ മുഖം പൊത്തിയ കൈകൊണ്ട് താഴെ ഒന്ന് പൊത്തിപ്പിടിച്ചാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും സ്നേഹിച്ചു പോവും. അവൻ വശ്യമായ സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ ഉടലിലേക്ക് വഷളത്തരത്തിൽ നോക്കി. ജ്വാല പെട്ടെന്ന് അവളുടെ മുഖത്തുനിന്ന് കൈയെടുത്തു മാറ്റി പുതപ്പെടുത്ത് ശരീരം മറച്ചു. അതുകൂടെ ആയതും അഗ്നി ഉച്ചത്തിൽ ചിരിച്ചുപോയി. എന്തിനാ ചിരിക്കണേ? അവളുടെ ചുണ്ടു കൂർത്തു. പിന്നെ ചിരിക്കാതെ. എന്താ പെണ്ണെ നിനക്ക്? എത്ര മണിക്കൂറായി നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നു, എന്നിട്ട് ഇപ്പോഴാണോ ഇതൊക്കെ മറച്ചു പിടിക്കാൻ തോന്നുന്നത്? അവൻ അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ദേവേട്ടാ, ജ്വാല ചുണ്ടു പിളർത്തി. അത് കണ്ടപ്പോൾ അവന് വീണ്ടും ചിരി വന്നു പോയി. ദുഷ്ട, ഇനി ചിരിക്കോ? അവൾ അവളുടെ ദേഹത്തുനിന്ന് പുതപ്പ് വലിച്ചു മാറ്റി അവൻ അടിക്കാൻ തുടങ്ങി. അഗ്നി ചിരിയോടെ അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് ഇരുന്നതേയുള്ളൂ. ഈ പെണ്ണ് ഓരോന്ന് കാണിച്ചു തന്ന് എന്നെ നല്ലോണം ചീത്തയാക്കും. അഗ്നി അവളുടെ വയറിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാല വിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെയൊന്നും നിൽക്കാതെ കുഞ്ഞാ, അവൻ ആർദ്രമായി പറഞ്ഞു. അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ഡ്രസ്സ് എടുത്ത് താ ദേവേട്ടാ. ഏയ്, ഇന്ന് നമുക്ക് രണ്ടാൾക്കും ഇങ്ങനെ കിടക്കാന്നേ, അവൻ ചിരിയോടെ പറയുന്നുണ്ട്. അയ്യേ, ദേവേട്ടനെ പോലെയാണോ ഞാൻ? എനിക്ക് ഡ്രസ്സ് വേണം. അവൾ അവനീന്ന് അകന്ന് മാറാതെ തന്നെ പറഞ്ഞു. ആണോ? എന്നാ മാറിയിരിക്കൂ, ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരാം. അവൻ പറഞ്ഞതും ജ്വാല അവനീന്ന് അകന്നു മാറി വീണ്ടും പുതപ്പെടുത്ത് ശരീരം മറച്ചു.
അഗ്നി വാർഡ്രോബ് തുറന്ന് അതിൽ നിന്നും അവളുടെ ഒരു ടീഷർട്ട് എടുത്തു. അതൂടെ എടുത്തതാ. അവൻ നേരത്തെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ഇന്നറിലേക്ക് നോക്കി അവൾ ചുവന്ന മുഖത്തോടെ പറഞ്ഞു. അഗ്നി ചിരിയോടെ അവളുടെ അടുത്തായി വന്നിരുന്നു. സൗകര്യമില്ല, ഈ രാത്രി നീ ഇന്ന് ഇങ്ങനെ കിടന്നാ മതി. അവൻ പറഞ്ഞു. ദേവേട്ടാ, അവള് ചുണ്ട് പിളർത്തി. ഇതിട് പെണ്ണെ, അല്ലെങ്കിൽ ഇതും ഞാൻ അങ്ങോട്ട് കൊണ്ടുവെക്കൂട്ടോ. അവൻ പറഞ്ഞതും അവള് പെട്ടെന്നത് തട്ടിപ്പറിക്കും പോലെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പെട്ടെന്ന് ആ ടീഷർട്ട് ധരിച്ചു. കിടക്ക? അഗ്നി ചോദിച്ചു. ജ്വാല മൂളി. എന്നാ വാ. അഗ്നി ബെഡിലേക്ക് മലർന്നു കിടന്ന് അവൾക്ക് കിടക്കാനായി സൈഡിലേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാല ലൈറ്റ് ഓഫാക്കി ബെഡ് ലാമ്പ് ഇട്ട് അവനെ കുറുമ്പോടെ നോക്കി പെട്ടെന്ന് അവന്റെ ദേഹത്തേക്ക് കയറിക്കിടന്നു. അഗ്നിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ബെഡിൽ ഇറങ്ങിക്കിടക്കന്റെ പൂച്ചക്കുട്ടി, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. ഇന്നെങ്ങനെ ഞാൻ ഉറങ്ങൂ? അവൾ ശരീരം മുഴുവനായും അവനിലേക്ക് കയറ്റിവെച്ചു. എന്നായിക്കോട്ടെ, പക്ഷെ എന്റെ ദേഹത്ത് കിടന്നാ ഞാൻ ഇങ്ങനെ മുറുക്കെ കെട്ടിപ്പിടിക്കും. അഗ്നി അവൾ ഒരു കൈയാൽ ഇറുക്കിക്കൊണ്ട് പറഞ്ഞു. പിടിക്ക്, എനിക്ക് അങ്ങനെ ഉറങ്ങണം. അവളുടെ സ്വരം ആർദ്രമായി. അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ പെട്ടെന്ന് അവന്റെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടാ, അവൾ പ്രണയത്തോടെ പറഞ്ഞു. എനിക്കും, എൻ്റെ പ്രാണൻ തന്നെ നീയല്ലേ. അവൻ അവളുടെ നെറുകയിലും ഒന്ന് മുകർന്നു. അവൾ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ച് പതിയെ കണ്ണുകൾ അടച്ചു. അഗ്നിയും അവളെ പ്രണയത്തോടെ ചേർത്ത് പിടിച്ച് ഒരുപാട് സന്തോഷത്തോടെ നിദ്രയെ പുൽകി. തുടരും.